Hello everyone. Easy recipes are always welcome. ഇങ്ങനെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും എന്നോട് പറയാറ്. എന്നാൽ പിന്നെ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി ആയാലോ. ഈവൻ ബാച്ചിലേഴ്സ് ആണെങ്കിൽ പോലും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ശരി എന്നാ. ഇന്ന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ചിക്കൻ 1/2 കിലോ. ഞാൻ ഇന്നിവിടെ എല്ലോട് കൂടെയുള്ള ചിക്കനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് 2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ തൈര്, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇന്നിപ്പോൾ കുക്ക് ചെയ്യാൻ നേരത്താണ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തത്. ഇത്ര നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലാണ് നല്ലത്. സവാള 2 വലിയത്. ഇനി വലിയ സവാള അല്ലെങ്കിൽ അതനുസരിച്ച് എണ്ണം കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം. മല്ലിയില ഒരൽപ്പം, പച്ചമുളക് 3 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1.5 ടീസ്പൂൺ. ഏത് ഗരം മസാല വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ സംഗീസ് കിച്ചൻ്റെ ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ 1 ടേബിൾ സ്പൂൺ, നെയ്യ് 2 ടേബിൾ സ്പൂൺ. ഇനി നെയ്യ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അതിന് പകരം കൂടെ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ തന്നെ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം നെയ്യ് ചേർക്കുമ്പോഴാണ് ആ ഒരു എൻഹാൻസ്ഡ് ഫ്ലേവർ കിട്ടുക. 2 ടേബിൾ സ്പൂൺ തൈര്, ചൂടുവെള്ളം, ഉപ്പ് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യിൽ നിന്നുള്ള 1 ടേബിൾ സ്പൂണും കൂടെ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഈ സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഇവിടെ ഇപ്പം നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം ഈ ചിക്കൻ്റെ പീസുകൾ. ചിക്കൻ്റെ കളർ ഇങ്ങനെ ഒന്ന് വൈറ്റായി മാറും. അപ്പോൾ നമുക്ക് തീ വളരെയധികം കുറച്ച് വയ്ക്കാം. ഇൻ കേസ് ഈ സവാള വറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സമയത്ത് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിയുടെ അളവ് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടാട്ടോ. കുറയ്ക്കേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല എരിവിൽ വേണം എന്നുള്ളവർക്കാണെങ്കിൽ മുളക് പൊടി കുറച്ചും കൂടെ കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു എന്താ പറയണ്ടേ, ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്നിളക്കി ഇതാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരല്പം നേരം കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സമയം കൊണ്ട് വെള്ളം അഥവാ ചൂടാക്കിയിട്ടില്ലെങ്കിൽ അത് ചൂടാക്കി റെഡിയാക്കി വെക്കണം. അതുപോലെ പച്ചമുളക് അരിഞ്ഞു വെക്കണം. കുറച്ച് നേരം കൂടെ അങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ആ മസാലയുടെ കുത്തും അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമുക്കൊന്ന് നോക്കാം. ഒരല്പനേരം കൂടെ ഇരുന്നോട്ടെ. ഇപ്പോൾ ആ മസാലകളൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ ആ പച്ചക്കുത്ത് ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം, ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണ്, അപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഒന്നും കൂടെ
ചെക്ക് ചെയ്ത് നോക്കട്ടെ. കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. കാരണം ഇപ്പൊ ചിക്കൻ ജസ്റ്റ് നേരിയതായിട്ടൊന്ന് വെന്തിട്ടേ ഉള്ളൂ. ആ മസാലകളും അങ്ങനെയുള്ളതൊക്കെയാണ് ഫ്രൈ ആയി കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി മൂടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുത്തേക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു ഇച്ചിരിയും കൂടെ വെള്ളം വേണ്ടി വരും. കാരണം ചിക്കൻ വെന്ത് വരുമ്പോഴേക്കോ അല്ലെങ്കിൽ ഗ്രേവി കുറഞ്ഞു പോവും. ഞാനപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുകയാണ് കേട്ടോ, ചൂടുവെള്ളം. പിന്നെ ഇത് തിരിച്ച് മൂടി വെച്ച് വേവിച്ചെടുത്തേക്കാം. ചെക്ക് ചെയ്തേക്കാം. ഞാൻ ഇടയ്ക്കൊരു 1-2 പ്രാവശ്യമൊക്കെ ഇളക്കിയൊക്കെ കൊടുത്തു ചെക്ക് ചെയ്തായിരുന്നു. ഇപ്പം ദേ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്, ഗ്രേവിയൊക്കെ കുറുകിയിട്ടുമുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നേരത്തെ മുളക് പൊടിയുടെ കാര്യം പറഞ്ഞ പോലെ പച്ചമുളകും അഥവാ എരിവ് കൂടുതലാവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ, എരിവ് കുറവ് മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ 3 എണ്ണത്തിന് പകരം 2 എണ്ണം ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കണം. ഇനിയിപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. ബാക്കി വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് മൂടി വയ്ക്കാം. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുക്കിംഗ് കഴിഞ്ഞു. പക്ഷേ റൈറ്റ് ഫ്ലേവറിലേക്ക് എത്തണമെങ്കിൽ ഇതിങ്ങനെ ഒരു 1/2 മണിക്കൂർ മിനിമം ഒന്ന് മൂടി വെച്ച് അതിനുശേഷം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഇതാ ഏകദേശം 40 മിനിറ്റോളമായി. നെയ്യൊക്കെ നന്നായി ഉരുകി അതിൻ്റെ ആ ഫ്ലേവറൊക്കെ കറിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് റെഡിയായി. അപ്പം തന്നെ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു 1/2 മണിക്കൂർ മിനിമം ഒന്ന് അടച്ചിങ്ങനെ വെച്ചിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു റൈറ്റ് ഫ്ലേവർ കിട്ടുക. അപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ കറി റെഡി ആയിരിക്കണം. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഏതൊരു കാര്യമാണെങ്കിലും കുക്കിങ്ങിൽ എന്നല്ല, എന്ത് ചെയ്യുമ്പോഴും അത് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് നന്നാകുമ്പോൾ ഒത്തിരി സന്തോഷമല്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കറി ഒത്തിരി നന്നായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായവും അറിയിക്കണം. എന്നാലാണല്ലോ എനിക്കൊരു സന്തോഷം ഉണ്ടാവുക. എനിക്ക് എത്ര ഇഷ്ടമായ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതിലാകെ ശ്രദ്ധിക്കേണ്ടത് ആ പൊടികൾ ചിക്കനിലേക്ക് ഇടുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കുക. ഇനി ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ആഡ് ചെയ്തതിന് ശേഷം ഓൺ ചെയ്താലും കുഴപ്പമില്ല. കാരണം ആ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഇതിനകത്തൊരു എന്താ പറയണ്ട, തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോകും എന്നുള്ളൊരിതുള്ളത്. അതല്ലാതെ ഇതൊരു തെറ്റ് വരാവുന്ന ഒരു സ്റ്റെപ്പും ഇതിനകത്തില്ല. ഓക്കെ, പിന്നെ ഈ റെസിപ്പി കണ്ട് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഡിയർ ആൻഡ് യുവർ വൺസ്. അപ്പോൾ ശരി, സീ യു നെക്സ്റ്റ് ടൈം.